പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2014 LDയിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ചോദിച്ച ഇംഗ്ലീഷിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ഇവിടെ പ്രിപ്പോസിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിപ്പോസിഷൻ ഈ ഫെമിലിയറിൻ്റെ കൂടെ രണ്ട് രീതിയിലാണ് പ്രിപ്പോസിഷൻ വരിക. ഒന്നാമത്തത് വിത്തും വരും, പിന്നെ ടൂവും വരും. അപ്പോൾ ഫെമിലിയറിൻ്റെ കൂടെ വിത്ത് വരുന്നത് സംതിങ് ആയി വന്നാലാണ് ഇത്. ആ പ്രിപ്പോസിഷന് ശേഷം സംതിങ് വന്നാൽ അത് ടു ആണ്, വിത്താണ് വരിക. അതുപോലെ വണ്ണിൻ്റെ കൂടെയാണ് ടു വരിക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിത്ത്, ഇവിടെ ഫെമിലിയർ, ഐ ആം ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി, വിത്താണ് ഇവിടുത്തെ ആൻസർ. ഇതിൻ്റെ ആൻസർ വിത്ത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിഷ്ണു ഈസ് ദി ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ടോളസ്റ്റ് ഉണ്ട്, ടോളർ, ലോങ് ഉണ്ട്. ഇപ്പോൾ രണ്ടിൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ താരതമ്യം ചെയ്യാൻ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി മൂന്ന് തരമാണുള്ളത്. അപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രീൻ്റെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉണ്ടാവും. അവിടെ അത് ചേർക്കണം, നിർബന്ധമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യത്തിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് ശേഷം സൂപ്പർലേറ്റീവ് ഫോമായ ടാളസ്റ്റ്, ഇവിടെ ടോളസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ഈ ലോങ് എന്ന് പറഞ്ഞാൽ നീളത്തെയും അതുപോലെ ദൂരത്തെയും ഒക്കെ സൂചിപ്പിക്കുകയാണ് ഈ ലോങ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടോളർ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം ദാന് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ദാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ വേണ്ടത് ടോളസ്റ്റാണ് ഇവിടെ ആൻസർ. അടുത്തത് ഏത് സെൻറ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഈസ് എ ഡാഷ് സെൻറ്റൻസ്. അഫർമേറ്റീവ്, നെഗറ്റീവ്, ഇമ്പരറ്റീവ്, ഇൻട്രോഗേറ്റീവ്. 4 സെൻറ്റൻസുകൾ 4 തരമാണ്. ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പരറ്റീവ്, അതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. 4 തരത്തിലുള്ള സെൻറ്റൻസാണുള്ളത്. അതിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നൊരു വസ്തുവിനെയോ കാര്യത്തെയോ ഒരു വസ്തുതയോ കാര്യമോ പറയുന്ന വാക്യമാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അതുപോലെ ഇമ്പേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ. ഇമ്പേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ആജ്ഞ, അതുപോലെ അപേക്ഷ, ഉപദേശം. അപ്പോൾ ഇതിവിടെ ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ആജ്ഞയാണ്. അപ്പോൾ ഇവിടെ ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സെൻറ്റൻസുകൾ 4 തരമാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി എന്ന് നമുക്കറിയാം, ആശ്ചര്യം, തീവ്രമായ വികാരം തുടങ്ങിയ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസറായി വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ്. നത്തിങ് വാസ് നോൺ എബൌട്ട് ഹിം. ഇവിടെ നത്തിങ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് വാക്കാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് വാക്കാകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ കുറച്ച് വാക്യങ്ങളുണ്ട് നെഗറ്റീവ് വാക്യങ്ങൾ. ഫ്യൂ, ലിറ്റിൽ, ഹാഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബെയർലി, സെൽഡം, നോ വൺ, നോബഡി, നണ്ണ്, നത്തിങ്, നെവർ, നെയ്തർ, നോർ തുടങ്ങിയ ഏതെങ്കിലും ഉപയോഗിച്ചുള്ള സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നോട്ട് ചേർക്കരുത്. കാരണം ഇവ ഫുള്ള് നെഗറ്റീവ് പദങ്ങളായതിനാൽ
അത് ഒരിക്കലും നോട്ട് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. പക്ഷേ എ ഫ്യൂ, എ ലിറ്റിൽ എന്നിവ പോസിറ്റീവ് വേർഡായി പരിഗണിക്കുന്നതിനാൽ ഇവയുടെ കൂടെ നെഗറ്റീവ് ടാഗ് ചേർക്കണം. എ ഫ്യൂ, വെറും ഫ്യൂ വന്നാൽ അത് നെഗറ്റീവ് ഫോമാണ്. എ ഫ്യൂ വന്നാൽ അത് പോസിറ്റീവ് വേർഡാണ്. അപ്പോൾ ഇവിടെ വരുന്നത് വാസ് ഇറ്റ്. വാസ് ഇറ്റ് എന്നാണ് ഇവിടുത്തെ ആൻസർ. വാസ് ഇറ്റ്. അടുത്തത് ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. ആർട്ടിക്കിളാണ്. ഇവിടെ ഓണസ്റ്റ് എന്ന വാക്കിലെ ആദ്യ ശബ്ദം ഓ എന്നായതുകൊണ്ട് ആനാണ് ഇവിടെ വയ്ക്കേണ്ടത്. ഓണസ്റ്റ്, അവർ, ഓണർ, എയർ, എയറസ്, അങ്ങനെ എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എച്ച് സൈലൻ്റായി വരുന്ന വാക്യങ്ങളിൽ മുമ്പിൽ ആനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഓണസ്റ്റ് എച്ച് സൈലൻ്റാണ്, ഓ എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ആനാണ് ഉപയോഗിക്കേണ്ടത്. എച്ച് സൈലൻ്റ് ആയി വരുന്ന എല്ലാ വാക്യങ്ങളിലും ആനാണ് ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യൻ, യു ക്യാൻ ട്രസ്റ്റ് ഹർ, ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. ക്യാൻ ട്രസ്റ്റ് എന്ന വെർബിലെ ക്യാന് മോഡൽ ആക്സിലറി പ്രസൻറ്റിലാണ്. ഈ ക്യാന് പ്രസൻറ്റിലായതിനാൽ തുടർന്ന വാക്യത്തിലും പ്രസൻറ്റിലുള്ള മോഡൽ ആക്സിലറി ഉപയോഗിക്കണം. ഇവിടെ യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് ക്യാന് മോഡൽ ആക്സിലറി പ്രസൻറ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ഡാഷിലെടുത്ത് വരേണ്ടതും പ്രസൻറ്റിലെ മോഡൽ ആക്സിലറി വരണം. അപ്പോൾ ഇവിടെ മോഡൽ ആക്സിലറി വരുന്നത് വില്ലാണ് വരുന്നത്. വുഡ് പറഞ്ഞത് വരുന്നില്ല, ഔട്ടും വുഡൊന്നും വരുന്നില്ല. ഇവിടെ വില്ലാണ് ഇവിടുത്തെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. for 5 years. ഇവിടെ കുറച്ച് വാക്യങ്ങൾ ഞാൻ പറയാം. ജസ്റ്റ്, ആൾറെഡി, റീസെൻ്റ്ലി, സോ ഫാർ, ലേറ്റ്ലി, സിൻസ്, ഫോർ, യെറ്റ്, എവർ തുടങ്ങിയ ഏതെങ്കിലും ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് അതാണ്. അപ്പോൾ അതിൻ്റെ ഫോം എന്ന സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം. അതുപോലെ സിൻസ് ഫോറൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ആസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഓഫ് ദി വെർബാണ്. ING ഫോമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. എന്നാലിവിടെ ചോദിച്ചിട്ടുള്ളത് നോവിങ് എന്ന് നമ്മൾ ഉപയോഗിക്കില്ല. നോ എന്ന വെർബ് കണ്ടിന്യൂസ് ഫോം നോയിങ് നമ്മൾ ഉപയോഗിക്കില്ല. അതിനാൽ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ചേരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഹാവ് നോൺ ആണ്. ഹാവ് നോൺ ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ കുറച്ച് ആ കാര്യം ജസ്റ്റ്, ആൾറെഡി, റീസെൻ്റിലും ഒക്കെ വന്നാൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് നമ്മളത് ഓർത്തിരിക്കണം. അതുപോലെ ഷീ ഡാഷ് സക്സസീഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാഡ്. ഇവിടെ കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹാഡ് വർക്ക്ഡ് എന്ന വാക്ക് പാസ്റ്റ് പെർഫെക്റ്റ് വെർബ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ മെയിൻ ക്ലോസ് വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഇഫ് ക്ലോസിൽ ഈ ഒരു സെൻറ്റൻസിൽ, രണ്ടാമത്തെ സെൻറ്റൻസിൽ, ഇഫ് ക്ലോസ് തുടങ്ങിയ സെൻറ്റൻസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറയുന്ന ഫസ്റ്റ് സെൻറ്റൻസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് വുഡ് ഹാവ് ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഹാഡ് പ്ലസ് V3 ആയതുകൊണ്ട് ഇവിടെ വരുന്ന സംഖ്യ, ഇവിടെ വരുന്ന
ആ സെൻറ്റൻസിൽ വുഡ് ഹാവ് ആയിരിക്കും. വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് വുഡ് ഹാവ് ആണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. ബൈ ദെയർ ടീം എന്ന സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്നത് പാസീവ് ഫോമായി. പാസീവ് ഫോം ബൈ ദെയർ ടീം എന്ന സെൻറ്റൻസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അതിനാൽ പാസീവ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഓപ്ഷനിൽ ഹാസ് ബീൻ വോൺ എന്നത് മാത്രമാണ് പാസീവ് ഫോമായി വരുന്നത്. ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ആസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ആസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നാണ് അതിൻ്റെ പാസീവ് ഫോം. അപ്പോൾ ഇവിടെ വരുന്നത് ഹാസ് ബീൻ വോൺ എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് പാസീവ് ഫോമായി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇതാ വരുന്നത് ഹാസ് ബീൻ വോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓഫ് ദി 2 sisters ഗായത്രി ആൻഡ് തീർത്ഥ, ഗായത്രി ഈസ് ഡാഷ് അട്രാക്റ്റീവ്. രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെയോ തമ്മിൽ താരതമ്യം ചെയ്യുവാൻ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ചില അഡ്ജക്റ്റീവിന് ശേഷം ER ചേർത്താൽ കമ്പാരിറ്റീവ് കിട്ടും. അപ്പോൾ എന്നാൽ ചിലതിനോട് കൂടി മോറെന്ന് ചേർക്കണം. മോർ ചേർത്താൽ മാത്രമേ കമ്പാരിറ്റീവ് ഡിഗ്രി നമുക്ക് കിട്ടൂ. അതുപോലെ മോസ്റ്റ് ചേർത്താൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ടാളർ, ഫാസ്റ്റർ എന്നൊക്കെ നമുക്ക് ER ചേർത്താൽ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് മോറാണ്. രണ്ട് ആളുകളെ താരതമ്യം ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ മോർ അട്രാക്റ്റീവ് ആണ് ആൻസർ. മോർ അട്രാക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി മൂൺ ഷൈൻ അറ്റ് നൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇമ്പേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസ്. സെൻറ്റൻസ് 4 നമ്മൾ നേരത്തെ പറഞ്ഞ്. ഒരു വസ്തുതയോ കാര്യമോ പറയുന്ന വാക്യമാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഫോർമാറ്റാണ് സബ്ജക്റ്റീവ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് ഫുൾ സ്റ്റോപ്പ് ആണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ വരുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ദ മൂൺ ഷൈൻ അറ്റ് നൈറ്റ് ഒരു വസ്തുതയെ പറയുന്ന പോലെ കാര്യമോ പറയുന്ന സെൻറ്റൻസുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ്. ഇൻ ദിസ് സെൻറ്റൻസ് ആൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് രാമ ആൻഡ് കൃഷ്ണ എന്ന് പറയുന്നിടത്ത് ആൻഡ് എന്ന് പറയുന്ന ആ വേർഡ് എന്താണ്? കൺജക്ഷൻ വരുന്നുണ്ട്, ഇൻ്റർജെക്ഷൻ വരുന്നുണ്ട്, പ്രോണൗൺ വരുന്നുണ്ട്, അഡ്ജക്റ്റീവ് വരുന്നുണ്ട്. അപ്പോൾ 2 വാക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനാണ് കൺജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് കൺജക്ഷനായിട്ട് വരുന്നത് ആൻഡ് എന്ന് പറയുന്നത് കൺജക്ഷൻ ആണ്. അതുപോലെ ബട്ട് വരലുണ്ട്, ബിഫോർ വരലുണ്ട്, ബിക്കോസ് വരലുണ്ട്, അത് കൺജക്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആൻഡ് കൺജക്ഷൻ ആയിട്ടാണ് വരുന്നത്. അടുത്തത് ദ പാസീവ് വോയിസ് ഓഫ് പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദി വേൾഡ്. അതിൻ്റെ പാസീവ് വോയിസ് എന്താണെന്ന് വെച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് വാസ് സ്പോക്കൺ ആൾ ഓവർ ദി വേൾഡ്, ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ, ഇംഗ്ലീഷ് ഹാസ് സ്പോക്കൺ, ഇംഗ്ലീഷ് ഹാഡ് സ്പോക്കൺ. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസീവ് ഫോം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് പ്ലസ് ആം, ഈസ് ഓർ ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്നാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് ഫോം. അപ്പോൾ അതുപോലെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ആം, ഈസ് ഓർ ആർ. ഇവിടെ തന്നിരിക്കുന്നത്
നമുക്ക് ഈ ആ ഒരു രീതി എടുക്കാൻ ഇംഗ്ലീഷ് ഇതാണ് സ്പോക്കൺ ആൾ ഓവർ ദി വേൾഡ്. സോ ഒബ്ജക്റ്റീവ് പ്ലസ് ഈസ് പ്ലസ് V3 സ്പോക്കൺ ആണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ആൾ ഓവർ ദി വേൾഡ് എൻ്റെ ആൻസർ. അതുപോലെ റിപ്പോർട്ടർ സ്പീച്ച് തന്നിട്ടുണ്ട്. ദ റിപ്പോർട്ടർ സ്പീച്ച് ഓഫ് ഹീ സെഡ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഇവിടെ ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ ആ പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ടെൻസാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ ഹാഡ് ഡണ്ണാക്കി മാറ്റുന്നത്. ഈ പ്രസൻറ്റ് റിപ്പോർട്ടർ സ്പീച്ചിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആയ ഹാഡ് ഡണ്ണാക്കി മാറ്റുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ വരുന്നത് ഹീ സെഡ് ദാറ്റ് ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. ഹീ സെഡ് ദാറ്റ് ഹി ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക് എന്നുള്ള ഈ ഒരു ഫോമാണ് വരുന്നത്. അടുത്ത ഡാഷ് പേഴ്സൺ who died yesterday was a heart patient. ഇവിടെ ഇന്നലെ മരിച്ച രോഗി എന്ന അർത്ഥത്തിൽ ഒരു നിശ്ചിത വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദി എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ദി പേഴ്സൺ who died yesterday വാസ് എ ഹാർട്ട് പേഷ്യൻ്റ് എന്നാണ് ഇവിടുത്തെ ആൻസർ. ഷീ സാങ് വെൽ ഡാഷ് ക്വസ്റ്റ്യൻ ടാഗാണ്. ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവാണ്, അപ്പോൾ നമുക്ക് നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് ആക്സിലറി വെർബൊന്നുമില്ല. അപ്പോൾ സാങ് എന്ന വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ആക്സിലറി വെർബ് കണ്ടെത്തണം. അപ്പോൾ സാങ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് സിങ് ആണ്. സിങ് എന്ന് പറയുന്നത് ഡു പ്ലസ് സിങ് ആണ്. സിങ്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് സിങ് ആണ്. ഇവിടെ സിങ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഡസ് ആണ്, അതുപോലെ സിങ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡു ആണ്. അപ്പോൾ ഇവിടെ സാങ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഡിഡാണ് ഇവിടെ ആക്സിലറി വെർബ്. അപ്പോൾ നമുക്കിവിടെ ഡിഡ് ഷീ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വാക്കാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ടാഗ് ആയിട്ടുള്ള ഡിഡ് ഷീ വരേണ്ടത്. ഇവിടെ പോസിറ്റീവ് ടാഗാണ്, പോസിറ്റീവ് വാക്കാണ് തന്നിട്ടുള്ളത്, അപ്പോൾ നെഗറ്റീവ് ടാഗ് ആവേണ്ട. അപ്പോൾ ഡിഡിൻ്റെ ഷീ, ഇത് തെറ്റാണ്. ഡിഡിൻ്റെ ഷീ എന്ന വാക്കാണ് ഇവിടെ വരേണ്ടത്, ടാഗായിട്ടാണ് വരേണ്ടത്. Question: the school is now assembled as the morning prayer. പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ ഫോറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രയർ, ഇവിടെ പ്രയർ ആളാണ് എന്നായിരുന്നെങ്കിൽ ഇന്നാണ് ശരി. ഇവിടെ ഫോർ, പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഫോർ. ഇവിടെ ഫോറാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഫോറാണ്. ദ സ്കൂൾ ഈസ് നൗ അസംബിൾഡ് ഫോർ ദി മോർണിംഗ് പ്രയർ. We cannot go out now because it dash will be raining, was raining, is raining, had been raining. ഇവിടെ നൗ എന്ന ടൈം ആഡ്വർബ് ഉള്ളതിനാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING എന്നാണ് പെർഫെക്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം. അപ്പോൾ ഇവിടെ വിൽ ബി റൈനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. വാസ് റൈനിങ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാഡ് ബീൻ റൈനിങ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഈസ് റൈനിങ് ആണ് ഇവിടെ വരുന്നത്.
സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഷീ ഓഫൻ ഡാസ് ടു ചർച്ച്. ഇവിടെ ഒരു സെൻറ്റൻസിൽ യൂഷ്വലി, ഓൾവേസ്, ഓഫൺ, അതുപോലെ നെവർ, ജനറലി, എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, ഡെയിലി തുടങ്ങിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സിമ്പിൾ പ്രസൻ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഗോ, ഗോസ് സിമ്പിൾ പ്രസൻറ്റ്. ഷീ സിംഗുലർ സബ്ജക്റ്റ് ആയതിനാൽ ഗോസ് എന്ന സിംഗുലർ വെർബാണ് ഇവിടെ യോജിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് സിമ്പിൾ പ്രസൻറ്റ് ഉണ്ട്, ഗോസുണ്ട്, ഗോയുണ്ട്. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലറാണ്, അതുകൊണ്ട് ഇവിടെ ഗോസ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഐ ഹാവ് ഡാഷ് പെൻ ദാൻ യു. ദാൻ ഉള്ളതിന് ഇവിടെ ദാൻ ഉണ്ട്, അപ്പോൾ ആ കമ്പാരിറ്റീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ രണ്ട് കമ്പാരിറ്റീവ് ഉണ്ട്, ലെസ്സും ഉണ്ട്, ഫ്യൂവർ ഉണ്ട്. രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പെന്നെന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗണാണ്, ആയതിനാൽ ഇവിടെ ഫ്യൂവർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ ആൻസർ ഇവിടെ കൗണ്ടബിൾ നൗൺ ആയതിനാൽ ഇവിടെ ഫ്യൂവറാണ് ഉപയോഗിക്കേണ്ടത്. ദ ടൈഗർ ഈസ് വൺ ഓഫ് ദി ഡാഷ് ആനിമൽ. ഇവിടെ വൺ ഓഫ് സ്ട്രോങ്ങസ്റ്റ് ഉണ്ട്, സ്ട്രോങ്ങർ ഉണ്ട്, ലാർജർ ഉണ്ട്, സ്ട്രോങ് ഉണ്ട്. ഇവിടെ വൺ ഓഫ് ദിക്ക് ശേഷം ഒരു നാമവിശേഷണം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സൂപ്പർലേറ്റീവ് ഫോമിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രോങ്ങസ്റ്റ് ആനിമൽ എന്നാണ് ഇവിടെ ആൻസർ. ഇവിടെ നെയ്തർ സീമ നോ റീന ഡാഷ് വെൽ. നെയ്തർ നോറ്, എയ്തർ നോറ്, നോട്ട് ഓൺലി, ബട്ട് ആൾസോ തുടങ്ങിയ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് ഉപയോഗിക്കണം. ഇവിടെ റീന എന്ന രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതിനാൽ വെർബും സിംഗുലർ ഫോമിലായിരിക്കണം. ഈ സ്വിമ്മിങ്സ് എന്നത് രണ്ട് സിംഗുലർ വെർബ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് സിംസ് ആണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകും ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെൻറ്റൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതുപോലെ കൺജക്ഷൻ, പ്രിപ്പോസിഷൻ, അതുപോലെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത സ്പെല്ലിങ്, അതുപോലെ പ്രോവർബ്, ഓപ്പോസിറ്റ് വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫോറിൻ വേർഡ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, ഇംഗ്ലീഷിലൊരു പകുതി മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി പകുതി എന്ന് പറഞ്ഞത് ഇതുപോലത്തെ പ്രോവർബും ഓപ്പോസിറ്റ് വേർഡ്സും കൺജക്ഷനും അങ്ങനത്തെ കാര്യങ്ങളാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് വീണ്ടും അപ്ലോഡ് ചെയ്യാം. ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.